തെരഞ്ഞെടുപ്പ് വിജയത്തിന് പിന്നാലെ കേന്ദ്രത്തിൽ സർക്കാർ രൂപീകരണത്തിന് തിരക്കിട്ട നീക്കവുമായി BJP. NDAയുടെ യോഗം ഇന്ന് വൈകിട്ട് 4 മണിക്ക് ഡൽഹിയിൽ ചേരും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിലാണ് യോഗം നടക്കുക. ഈ ആഴ്ച തന്നെ സത്യപ്രതിജ്ഞ നടത്താനാണ് നീക്കം. സർക്കാർ രൂപീകരണത്തിൽ കിങ് മേക്കേഴ്സ് ആകാൻ ഒരുങ്ങുകയാണ് ചന്ദ്രബാബു നായിഡുവും നിതീഷ് കുമാറും. JDUവും തെലുങ്കുദേശം പാർട്ടിയും സ്പീക്കർ പദം ആവശ്യപ്പെട്ടതായാണ് സൂചന. മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് ശിവസേന വിഭാഗത്തെ ഒന്നിപ്പിക്കാൻ RSS നീക്കം ആരംഭിച്ചു. രാധാകൃഷ്ണനുണ്ട് ഇപ്പോൾ വിശദാംശങ്ങളുമായി ഡൽഹിയിൽ നിന്ന്. RK, സർക്കാർ രൂപീകരണ നീക്കം സജീവമാക്കുകയാണല്ലോ BJP. ഒറ്റയ്ക്ക് ഭൂരിപക്ഷമില്ല എന്നതുകൊണ്ട് തന്നെ ഘടകകക്ഷികൾ നിർണായകമാകും. ഏത് നിലയ്ക്കാണ് ചർച്ചകൾ RK? കണക്ക് അനുകൂലമല്ലാത്ത സാഹചര്യത്തിൽ നിലവിലുള്ള രാഷ്ട്രീയ സാഹചര്യത്തെ അനുകൂലമാക്കുക എന്നതാണ് BJPയുടെ ഇപ്പോഴത്തെ അജണ്ട. BJPയുടെ ഫ്ലോർ മാനേജർമാർ ഇതിനായിട്ടുള്ള നീക്കങ്ങൾ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ നേതൃത്വത്തിൽ ആരംഭിച്ചിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായിട്ട് ഇന്ന് കേന്ദ്ര മന്ത്രിസഭയുടെ നരേന്ദ്രമോദിയുടെ രണ്ടാം സർക്കാരിൻ്റെ അവസാന മന്ത്രിസഭാ യോഗം അല്പസമയത്തിനകം ഏതാണ്ട് 11-നും 11:30-ക്കും 12 മണിക്കും ആയിട്ട് ചേരാനായിട്ട് പോവുകയാണ്. അതിനുശേഷം മന്ത്രിമാർക്ക് നന്ദി അറിയിച്ച് പ്രധാനമന്ത്രി ഈ രാജിവെക്കാനായിട്ടുള്ള തീരുമാനം കൈക്കൊള്ളും. തുടർന്ന് രാജിക്കത്ത് ഇന്ന് തന്നെ രാഷ്ട്രപതിക്ക് കൈമാറുകയും പുതിയ സർക്കാരിന് ഉള്ളവർ അവസരമൊരുക്കുകയും ചെയ്യും. അതിൻ്റെ അടിസ്ഥാനത്തിൽ വൈകിട്ട് യോഗം ചേരുന്ന NDA സർക്കാർ രൂപീകരണത്തിന് വേണ്ടിയിട്ടുള്ള നടപടികളിലേക്ക് കടക്കുകയാണ്. ഘടകകക്ഷികളോട് പിന്തുണ അറിയിച്ചുകൊണ്ടുള്ള കത്ത് ലഭ്യമാക്കണമെന്ന് ഇതിനകം BJP ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഈ കത്ത് കൂടി പരിഗണിച്ച് മന്ത്രിസഭാ രൂപീകരണത്തിനുള്ള അവകാശവാദം ഇന്നത്തെ യോഗത്തിൽ തന്നെ ഉണ്ടാകും. ഒരുപക്ഷെ ഇന്ന് രാത്രി തന്നെ രാഷ്ട്രപതിയെ കണ്ട് സർക്കാർ രൂപീകരണ അവകാശവാദം ഉന്നയിച്ചേക്കും എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന സൂചനകൾ. വളരെ വേഗത്തിൽ തന്നെ മന്ത്രിസഭാ രൂപീകരണം പൂർത്തിയാക്കുകയാണ് BJPയുടെ ഇപ്പോഴത്തെ ലക്ഷ്യം. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരുപക്ഷെ ഈ ശനിയാഴ്ച ഉൾപ്പെടെയുള്ള ചില ദിവസങ്ങൾ സത്യപ്രതിജ്ഞയ്ക്ക് വേണ്ടിയിട്ട് പറഞ്ഞു കേൾക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഡൽഹിയിൽ നിന്ന് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. BJPയെ സംബന്ധിച്ച് BJPയുടെ നേതാക്കന്മാർ തമ്മിൽ പരസ്പര ആശയവിനിമയം നടത്തുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി BJPയുടെ ദേശീയ അധ്യക്ഷൻ JP നദ്ദയുമായിട്ടും അമിത്ഷായുമായിട്ടും ഇന്ന് രാവിലെയും ഈ വിഷയം ചർച്ച ചെയ്തു. 4 മണിയോടുകൂടിയായിരിക്കും ഈ NDAയുടെ യോഗം ആരംഭിക്കുന്നത്. ആ യോഗത്തിന് മുന്നോടിയായിട്ട് BJP പാർട്ടി തലത്തിൽ ഉണ്ടാക്കേണ്ട ചില ധാരണകൾ രൂപപ്പെടുത്താനാണ് ശ്രമിക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് മന്ത്രിസഭ രൂപീകരിക്കുന്ന ഘട്ടത്തിൽ ഏതൊക്കെ വകുപ്പുകൾ വലിയ സമ്മർദ്ദം ഘടകകക്ഷികളുടെ ഭാഗത്ത് നിന്ന്, പ്രത്യേകിച്ച് ചന്ദ്രബാബു നായിഡുവിൻ്റെയും നിതീഷ് കുമാറിൻ്റെയും ഭാഗത്ത് നിന്ന് ഉണ്ടാകും എന്ന് BJP ഉൾക്കൊള്ളുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ എങ്ങനെ വേണം തന്ത്രങ്ങൾ എന്നതിനെ സംബന്ധിച്ചാണ് BJP ദേശീയ നേതൃത്വം ആലോചിക്കുന്നത്. പ്രധാനപ്പെട്ട വകുപ്പുകളിൽ ധനവകുപ്പ്, ആഭ്യന്തര വകുപ്പ്, പ്രതിരോധ വകുപ്പ് മുതലായവ BJP തന്നെ കൈകാര്യം ചെയ്യുന്ന വിധത്തിലായിരിക്കും നിലപാട് BJP സ്വീകരിക്കുക. സ്പീക്കർ സ്ഥാനം വേണമെന്നുള്ള ആവശ്യം ഇതിനകം അനൗദ്യോഗികമായിട്ട് നടത്തിയ ചർച്ചകളുടെ ഭാഗമായിട്ട് ചന്ദ്രബാബു നായിഡു സൂചിപ്പിച്ചിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അങ്ങനെ ഉണ്ടെങ്കിൽ ഈ സ്പീക്കർ പദം നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള മറ്റ് പോംവഴികൾ എന്തൊക്കെയാണ് എന്നതിനെ സംബന്ധിച്ചാകും BJP പരിഗണിക്കാനായിട്ട് പോകുന്നത്. ഏതായാലും 4 മണിക്ക് നടക്കുന്ന NDA യോഗം ഇക്കാര്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിരിക്കും. അല്പസമയത്തിനകം 11:30 മണിയോടുകൂടി മന്ത്രിസഭാ യോഗവും ചേരുന്നുണ്ട്. ഉന്മേഷ്. ശരി, രാധാകൃഷ്ണൻ തുടരുക. മറ്റു വാർത്തകളുടെ വിശദാംശങ്ങൾ കൂടി അറിയേണ്ടതുണ്ട്. കേന്ദ്രത്തിൽ സർക്കാർ രൂപീകരണ സാധ്യത തേടി തിരക്കിട്ട കൂടിയാലോചനകൾക്കൊരുങ്ങി ഇന്ത്യ മുന്നണി. AICC അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ വസതിയിലാണ് യോഗം ചേരുക. നിതീഷ് കുമാർ അടക്കമുള്ള NDA നേതാക്കളെയും മറ്റ് ചെറു പാർട്ടികളെയും കൂടെ ചേർക്കാനുള്ള തന്ത്രങ്ങളും യോഗത്തിൽ ആവിഷ്കരിക്കും. ശരത് പവാറിനെ ഇന്ത്യ സഖ്യം ചെയർമാനായി തെരഞ്ഞെടുത്തേക്കും. രാധാകൃഷ്ണത്തിന്റെ കൂടുതൽ വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് തുടരുന്നുണ്ട്. രാധാകൃഷ്ണൻ, എന്താണ് ഇന്ത്യ സഖ്യത്തിന്റെ തന്ത്രങ്ങൾ, നീക്കങ്ങൾ? ഒരുമിച്ച് നിന്നതിൻ്റെ ഗുണഫലം എന്താണ് എന്നത് വളരെ കൃത്യമായിട്ട് ഇന്ത്യ മുന്നണി ഇപ്പോൾ തിരിച്ചറിയുന്നു. പക്ഷേ മുംബൈയിൽ ചേർന്ന ഇന്ത്യ മുന്നണിയുടെ യോഗത്തിൽ അന്ന് മുന്നോട്ട് വെച്ചിരുന്ന ആശയമാണ് ഒരു ചെയർമാൻ വേണമെന്നുള്ളതും ഇന്ത്യ മുന്നണിക്കായിട്ട് ഒരു കൊടി വേണം എന്നുള്ളതും. ഇതിൽ ആ കൊടി എന്നുള്ളത് അടക്കമുള്ള ആവശ്യങ്ങൾ സമയബന്ധിതമായിട്ട് നടപ്പാക്കാൻ തീരുമാനിച്ചിരുന്നെങ്കിലും ഇപ്പോൾ വരെയും സാധിച്ചിരുന്നില്ല. ചെയർമാൻ്റെ കാര്യത്തിൽ ആദ്യം നിതീഷ് കുമാറിൻ്റെ പേര് പറഞ്ഞു കേട്ടിരുന്നു. പക്ഷേ നിതീഷ് കുമാറിനെ ആ സ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നതിൽ ഘടകകക്ഷികളിൽ പലർക്കും എതിർപ്പായിരുന്നു, കോൺഗ്രസ് ഉൾപ്പെടെ. അതുകൊണ്ട് അത് അന്ന് നടന്നിരുന്നില്ല. എന്നാൽ പുതിയ സാഹചര്യത്തിൽ ഒരുമിച്ച് നിന്നതിൻ്റെ ഗുണം മനസ്സിലാക്കിയ ഇന്ത്യ മുന്നണി ഘടകകക്ഷികൾ ഇപ്പോൾ ഒരു ചെയർമാനെ കണ്ടെത്തി വളരെ ശക്തമായിട്ട് ഒരു ബ്ലോക്കായിട്ട് തന്നെ മുന്നോട്ട് പോകാനായിട്ടുള്ള ശ്രമമാണ് ഇപ്പോൾ നടത്തുന്നത്. അതിൽ അവർക്ക് ചെയർമാൻ്റെ പേരിലേക്ക് ശരത് പവാറിനെ ലക്ഷ്യം വയ്ക്കാനായിട്ട് അല്ലെങ്കിൽ നിർദ്ദേശിക്കാനായിട്ടുള്ള ചില സാഹചര്യങ്ങൾ ഒരുങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് വസ്തുത. ശരത് പവാർ ഇന്നലെ ഈ ഫലം വന്നതിന് ശേഷം നടത്തിയ ചില ചടുലമായിട്ടുള്ള നീക്കങ്ങൾ അത് BJPയെ പോലും അമ്പരപ്പിക്കുന്ന വിധത്തിലായിരുന്നു. അത് ഈ
മുൻ ചന്ദ്രബാബു നായിഡുവായിട്ടും അദ്ദേഹത്തിന് നിതീഷ് കുമാറുമായിട്ടുമുള്ള വ്യക്തിപരമായിട്ടുള്ള ബന്ധം ഉപയോഗിച്ച് അവരെ ഇന്ത്യ മുന്നണിയുടെ ഭാഗമാക്കി മാറ്റാൻ അദ്ദേഹം നടത്തിയ ശ്രമങ്ങളാണ് ഈ ഘട്ടത്തിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. അതുകൊണ്ട് അദ്ദേഹത്തെ ചെയർമാനാക്കി മുന്നോട്ട് പോകാനാണ് ആലോചിക്കുന്നത്. അഥവാ ഈ ശരത് പവാറിൻ്റെ പാർട്ടിയെ കോൺഗ്രസിലേക്ക് ലയിപ്പിക്കുക എന്നൊരു തന്ത്രം കൂടി കോൺഗ്രസിന് ഉണ്ട്. അതിന് ഒരുപക്ഷെ സാഹചര്യം ഒരുങ്ങുന്നതാകും ചെയർമാൻ പദവി ശരത് പവാറിന് നൽകിയാൽ എന്ന് കോൺഗ്രസ് കരുതുന്നു. അതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത്. 6 മണിക്കാണ് ഇന്ന് ഇന്ത്യ മുന്നണിയുടെ യോഗം ചേരുന്നത്. ഇന്ത്യ മുന്നണി ഇപ്പോഴും സർക്കാർ രൂപീകരണത്തിൽ നിന്ന് BJPയെ തടയണം എന്ന ലക്ഷ്യമാണ് മുന്നോട്ട് വയ്ക്കുന്നത്. കോൺഗ്രസ് അടക്കമുള്ള പാർട്ടികൾ ഈ അഭിപ്രായമാണ് വ്യക്തമാക്കുന്നത്. മമതാ ബാനർജി ഇന്നത്തെ യോഗത്തിന് എത്തുന്നില്ല. അഭിഷേക് ബാനർജിയും അവരുടെ മരുമകനായിട്ടുള്ള അഭിഷേക് ബാനർജിയാണ് ഇന്നത്തെ യോഗത്തിൽ തൃണമൂൽ കോൺഗ്രസിനെ പ്രതിനിധീകരിക്കുന്നത്. ആ ഘട്ടത്തിൽ മമതാ ബാനർജിയുടെ സന്ദേശം അഭിഷേക് ബാനർജി അറിയിക്കും. നമുക്ക് ഏവർക്കും അറിയാവുന്നതുപോലെ അവിടെ ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസിന് എതിരായി നടത്തിയ മത്സരം അതിൽ മമതയ്ക്ക് വളരെ ശക്തമായിട്ടുള്ള എതിർപ്പ് ഇടതുപക്ഷത്തോടും ഒപ്പം കോൺഗ്രസിനോടുമുണ്ട്. അത് നിലനിർത്തിക്കൊണ്ടാണ് ഇപ്പോഴത്തെ സാഹചര്യങ്ങളുമായി സഹകരിക്കുന്നതെന്ന് മമതാ ബാനർജി വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ച് അവരുടെ ആവശ്യമാണ് ഈ ഘട്ടത്തിൽ ഏറ്റവും പ്രധാനം എന്ന രീതിയിൽ ഉയർത്തിക്കാട്ടുന്നത്. അത് BJPയെ അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്താൻ വേണ്ടിയിട്ടുള്ള സാഹചര്യങ്ങൾ പരിശോധിക്കുക എന്നതാണ്. വൈകിട്ട് 6 മണിക്ക് ചേരുന്ന ഇന്ത്യ മുന്നണി ഘടകകക്ഷികളുടെ യോഗം ഇക്കാര്യത്തിൽ ഒരു തീരുമാനം കൈക്കൊള്ളും. ചെയർമാൻ സ്ഥാനത്തേക്ക് ശരത് പവാറിന്റെ പേര് നിർദ്ദേശിക്കപ്പെടുകയാണെങ്കിൽ അത് അംഗീകരിക്കുന്ന നടപടിയും ഇന്നത്തെ യോഗത്തിൽ ഉണ്ടാകും. RK തുടരുക. ഇപ്പോൾ ദിലീപ് കുമാർ കൂടി ചേരുന്നുണ്ട്. ദിലീപ് കുമാർ, ഈ കണക്കുകൾ പരിശോധിക്കുകയാണെങ്കിൽ NDAക്ക് ഒരു സർക്കാർ രൂപീകരണം എന്ന് പറയുന്ന നിലവിലെ സാഹചര്യത്തിൽ അത്ര പാടുള്ള ഒന്നല്ല. കാരണം കണക്കുകളിൽ ആ കേവല ഭൂരിപക്ഷമുണ്ട്, BJPക്ക് ഒറ്റയ്ക്കില്ലെങ്കിലും. ഈ ഇന്ത്യ സഖ്യം നീക്കം നടത്തുന്നു എന്ന് പറയുമ്പോൾ അവർക്ക് ഒട്ടേറെ പാർട്ടികളെ കൂടെ കൂട്ടേണ്ടതുണ്ട്. അത് എത്രത്തോളം സാധ്യമാണ്? ഏത് തരത്തിൽ ചർച്ചകൾ നടക്കുന്നുണ്ട്? ഈ പുറത്തേക്ക് ഒരു തരത്തിൽ റിപ്പോർട്ടുകൾ വരുമ്പോഴും ഈ നിതീഷ് കുമാർ കൃത്യമായി ഇത്തരത്തിൽ ആശയവിനിമയം നടത്തിയിട്ടുണ്ടോ BJPയുമായി? ദിലീപ് കുമാർ. ഉന്മേഷ്, നിതീഷ് കുമാർ BJP നേതാക്കളുമായി കാര്യമായി സംസാരിച്ചിരുന്നില്ല. ഇന്നലെ തന്നെ ബീഹാർ ഉപമുഖ്യമന്ത്രി സമ്രാട് ചൗധരി അദ്ദേഹത്തിൻ്റെ വസതിയിലെത്തിയെങ്കിലും കൂടിക്കാഴ്ചയ്ക്ക് നിതീഷ് കുമാർ തയ്യാറായിരുന്നില്ല. ഇത് BJP കേന്ദ്രങ്ങളെ വലിയ തോതിൽ ആശങ്കയിലാക്കിയിരുന്നു. പക്ഷേ ഇന്നിപ്പോൾ NDA യോഗത്തിൽ പങ്കെടുക്കുന്നതിനായി നിതീഷ് കുമാർ ഡൽഹിയിലേക്ക് തിരിക്കുകയാണ്. പക്ഷേ അതേ വിമാനത്തിൽ തന്നെയാണ് ബീഹാർ ഉപമുഖ്യമന്ത്രിയും RJD നേതാവുമായ തേജസ്വി യാദവും ഉള്ളത്. രണ്ടുപേരും വിമാനത്തിൽ ചർച്ച നടത്തും എന്നാണ് ഇപ്പോൾ ലഭ്യമാകുന്ന സൂചന. ഏതായാലും നിലവിലെ സാഹചര്യത്തിൽ നിതീഷ് കുമാർ പെട്ടെന്നൊരു തീരുമാനം NDA പക്ഷത്ത് നിന്ന് മാറുന്നതിനുള്ള സാധ്യത കാണുന്നില്ല. അതേസമയം അത് വൈകാതെ തന്നെ അത്തരത്തിലൊരു തീരുമാനം നിതീഷിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുമോ എന്ന ആശങ്ക BJP നേതാക്കൾക്കുണ്ട്. കാരണം നേരത്തെ മുതൽ തന്നെ നിലപാടുകളിൽ അടിക്കടി മാറ്റം വരുത്തിയിട്ടുള്ള നേതാക്കളാണ് നിതീഷ് കുമാറും ചന്ദ്രബാബു നായിഡുവും. അതുകൊണ്ട് തന്നെ ഈ രണ്ടു നേതാക്കളെയും വിശ്വസിച്ച് എത്ര കാലം മൂന്നാം മോദി സർക്കാരിന് മുന്നോട്ട് പോകാൻ കഴിയും എന്ന ചോദ്യം ഉയരുന്നുണ്ട്. അതേസമയം തന്നെ BJP അടുത്തിടെ സ്വീകരിച്ചിട്ടുള്ള സമീപനം, അതായത് ഈ ഇത്തരം പാർട്ടികളെ, പ്രാദേശിക പാർട്ടികളെ പിളർത്തി ഒപ്പം കൊണ്ടുവരിക എന്ന സമീപനം, ഒരുപക്ഷെ അതൊരു നിർണായക ഘട്ടത്തിൽ അങ്ങനെ ഒരു സമീപനത്തിലേക്ക് പോകേണ്ടി വന്നാൽ അത് ആ സമയത്ത് തീരുമാനിക്കാം എന്ന നിലയിലാണ് ഇപ്പോൾ. ഏതായാലും BJP സർക്കാരിന് ആവശ്യമായ പിന്തുണ ഉറപ്പാക്കുക, ഇന്ന് വൈകിട്ട് തന്നെ രാഷ്ട്രപതിയെ ഈ പിന്തുണ കത്തുമായി കാണുക എന്നതാണ് BJP നേതാക്കളുടെ സമീപനം. അതേസമയം BJPയിലും ചെറിയ ആഭ്യന്തര പ്രശ്നങ്ങളൊക്കെ ഉടലെടുക്കുന്നുണ്ട്. പ്രത്യേകിച്ച് നരേന്ദ്രമോദിയിലും അമിത്ഷായിലും മാത്രമായി ഇത്തവണത്തെ ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങൾ കേന്ദ്രീകരിച്ചു. അത് തിരിച്ചടിയായിട്ടുണ്ട്. മോദിയുടെയും അമിത്ഷായുടെയും തീരുമാനങ്ങൾ മാത്രമാണ് ഈ സ്ഥാനാർത്ഥി നിർണയ കാര്യത്തിലടക്കം നടപ്പാക്കിയിട്ടുള്ളത്. അത് ഉത്തർപ്രദേശിലടക്കം വലിയ തോതിൽ തിരിച്ചടിയായി. അവിടെ യോഗി ആദിത്യനാഥിനെയോ അല്ലെങ്കിൽ RSSന്റെ സംസ്ഥാന നേതാക്കളെയോ മുഖവിലക്കെടുക്കാൻ BJPയുടെ കേന്ദ്ര നേതൃത്വം തയ്യാറായില്ല എന്ന വിമർശനവും ഉയർന്നിട്ടുണ്ട്. പല സ്ഥലങ്ങളിലും RSSന്റെ പ്രവർത്തകർ, പ്രത്യേകിച്ച് പശ്ചിമ UPയിലടക്കം RSSന്റെ പ്രധാനപ്പെട്ട നേതാക്കൾ പ്രചാരണ രംഗത്ത് വളരെ തണുപ്പൻ സമീപനമായിരുന്നു സ്വീകരിച്ചിരുന്നത് എന്ന അടക്കമുള്ള കാര്യങ്ങൾ ഇപ്പോൾ ഉയർന്നു വരുന്നുണ്ട്. ഏതായാലും BJPയുടെ കേന്ദ്ര നേതൃത്വത്തിലും ഇക്കാര്യത്തിൽ, അതായത് മോദി അമിത്ഷാ എന്ന നിലയിലല്ലാതെ രാജ്നാഥ് സിംഗ്, നിതിൻ ഗഡ്കരി തുടങ്ങിയ നേതാക്കൾക്ക് കൂടി കൂടുതൽ അധികാരവും അവർക്ക് കൂടുതൽ പരിഗണനയും നൽകത്തക്ക വിധത്തിലുള്ള സംവിധാനം BJPയിൽ ഉണ്ടാകണം എന്ന ആവശ്യമാണ് ഇപ്പോൾ ഇതിനകം തന്നെ ഈ നേതാക്കൾ പരസ്യമായല്ല, പക്ഷേ അവരുടെ സംഘടനാ വേദികളിലൊക്കെ ഇക്കാര്യം ഉയർത്തി കഴിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ BJPയിലും ആ നിലയിലുള്ള ഒരുപക്ഷെ മാറ്റമുണ്ടായേക്കാം. ഏതായാലും നിലവിൽ മോദിയും അമിത്ഷായും എടുക്കുന്ന തീരുമാനം തന്നെയാണ് ഏറ്റവും നിർണായകവും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ BJPയിൽ നടപ്പാകുന്നതും.